കള്ളപ്പണം ഇടപാടിൽ റോബർട്ട് വാദ്രയ്ക്കെതിരെ വീണ്ടും നടപടിയെടുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റോബർട്ട് വാദ്രയുടെ 37 കോടി വരുന്ന വസ്തുവകകളാണ് ഇന്നലെ ED കണ്ടുകെട്ടിയത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ മകളായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വാദ്രയ്ക്കെതിരെ നിരവധി കേസുകളാണ് ED ചാർജ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയാഗാന്ധിക്കുമെതിരെ കള്ളപ്പണം വെളുപ്പിച്ചതിനുള്ള കേസുകൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. വാദ്രയുടെ ഓഫീസ് പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്നും കോടതിയിൽ തന്റെ ഭാഗം തെളിയിക്കുവാൻ ആകും എന്നുള്ളതുമാണ്. രാജസ്ഥാനിലും ഹരിയാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ വാദ്ര അനധികൃതമായി നടത്തിയിട്ടുള്ള വിവിധ ഭൂമി ഇടപാടുകൾ സർക്കാരിന്റെ ഒത്താശയോടെയാണെന്നും അത് പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണെന്നും പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ED തെളിവുകൾ സഹിതം ആരോപിക്കുന്നുണ്ട്. ഹരിയാനയിൽ അന്നുണ്ടായിരുന്ന ഹൂഡ ഗവൺമെന്റ് കൃഷിഭൂമിയിൽ മാറ്റം വരുത്തി വാദ്രയ്ക്ക് ഭൂമി ഇടപാട് നടത്താനായി വ്യവസായത്തിനും ഭവന നിർമ്മാണത്തിനും അനുമതി കൊടുത്തതിലൂടെ ഭീമമായ ലാഭമാണ് റോബർട്ട് വാദ്ര നേടിയെടുത്തത്. അക്ഷരം വായിക്കാൻ അറിയാവുന്ന ഓരോ വ്യക്തിക്കും കൃത്യമായി മനസ്സിലാവുന്ന നാഷണൽ ഹെറാൾഡ് കേസും ഇപ്പോൾ റോബർട്ട് വാദ്ര ഉൾപ്പെട്ടിരിക്കുന്ന ഭൂമി തട്ടിപ്പ് കേസും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ എന്ന ഒരു നിർവചനത്തിന് കീഴിൽ കൊണ്ടുവന്ന് ന്യായീകരിക്കുവാനുള്ള ലക്ഷ്യത്തിലാണ് ഗാന്ധി കുടുംബം. സോണിയാഗാന്ധിയും അവരുടെ കുടുംബവും എന്നും ഭാരതത്തിന്റെ ഭരണത്തിൽ ഇരിക്കുമെന്നുള്ള സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു. ഒരിക്കലും 10-15 വർഷം ഭരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും എന്ന് അവർ കരുതിയിരുന്നില്ല. ഭാരതം നെഹ്റു കുടുംബത്തിന്റെ മാത്രമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച ഈ കുടുംബം ഗാന്ധിയിൽ നിന്ന് പോലും ആ സ്ഥാനപ്പേര് തട്ടിയെടുക്കുമ്പോൾ പിന്നീട് മാറി ഭരണത്തിൽ വരുന്നവർ ഇത് അറിയുമെന്നും കാണുമെന്നും അഴിമതിക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ചിന്ത പോലും ആ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സാധാരണ ഒരു കുടുംബത്തിൽ പിറന്ന റോബർട്ട് വാദ്ര എന്ന സോണിയാഗാന്ധിയുടെ മരുമകൻ കള്ളപ്പണം വെളുപ്പിക്കലും ഭൂമി ഇടപാടിലും കോടികൾ സമ്പാദിച്ചുവെന്ന് ED പറയുന്നതും നിയമ നടപടികളിലൂടെ അയാളുടെ സ്വത്തുകൾ ഇപ്പോൾ കണ്ടുകെട്ടുന്നതും.